അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അത്രയും ധൈര്യം. അത് മുകളിൽ നിന്നുള്ളൊരു ഓർഡർ ആയിരിക്കും അത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുലാപ്പറ്റയാണ്. പുലാപ്പറ്റ ഉള്ളവൻ്റെ ബാണ്ടക്കെട്ട് നമ്മൾ ഇരിക്കുക. എന്തായാലും നല്ല കാര്യമാണ്. അത് ക്യാൻസറിന് മാരകമായിട്ടുള്ള മരുന്നാത്ര അതിൽ ചേർക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു രോഗത്തിന് വേണ്ടിയിട്ട്, ഒരു രോഗം ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് രോഗിയെ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ, ഈ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പണ്ട് 1 മണി വരെയാണ് ഡോക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായ തൊഴിലാളി പണിയെടുത്ത് തിരിച്ചു വരുമ്പോ അവന് പനിയാണെങ്കിൽ അവനെ ചികിത്സിക്കാനത് പ്രൈവറ്റ് ഡോക്ടർ. നമുക്കേ ആദ്യം ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. നമുക്കതിൻ്റെ എന്താന്ന് നോക്കാല്ലേ. നിങ്ങൾ ഇതുവരെ നോക്കാത്ത ആളുകളൊന്ന് നോക്കണം. 50% നികുതി SGST ആണെങ്കിൽ 50%-ഓ അതിൽ കൂടുതലോ വരുന്നത് CGST ആണ്. എന്താണ് CGST എന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത് സെൻട്രൽ എന്നാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സ് ആണ്. നിങ്ങൾ ഈ നാട്ടിലെ പെട്ടിക്കടകളിൽ പോയി അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കടകളിൽ പോയി ഒരു നികുതി അടക്കുന്ന ഒരു ബില്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി കിട്ടുന്നത് കേരളത്തിനും പകുതി കിട്ടുന്നത് കേന്ദ്രത്തിനുമാണ്. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിൽ ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും ഒരുപാട് പണം ഈ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം 1,00,000 കോടി രൂപയ്ക്ക് മുകളിൽ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ കണക്കെന്ന് പറയുന്നത്, നിങ്ങൾ 1,00,000 കോടി എന്ന് എഴുതണമെങ്കിൽ എത്ര പൂച്ച വിടണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 1000-ന് 3 പൂജ്യം ഇട്ടാൽ മതിയെന്നും 10,000-ന് 4 പൂജ്യം ഇട്ടാൽ മതിയെന്നും നമുക്കറിയാം. പക്ഷെ 1,00,000 കോടി എന്ന് എഴുതണമെങ്കിൽ എത്ര പൂച്ച വിടണമെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അത്ര രൂപ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റിലേക്ക് നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. CPIM-ന്റെ നേതൃത്വത്തിൽ സമരം നടത്തുമ്പോ CPM-കാർ പറയുകയാണ്, ഞങ്ങൾക്ക് അർഹമായ നികുതി വിഹിതം വേണം, ഞങ്ങളുടെ അമ്മമാർക്ക് ഞങ്ങൾ 2,500 രൂപ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് 1,600 രൂപയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്കത് കൂട്ടിക്കൊടുക്കണം. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഈ നാട്ടിലെ ഏത് ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളെക്കാൾ വലുതും ഈ നാട്ടിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെക്കാൾ മികച്ചതുമാക്കി ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് തുടരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പണ്ട് 1 മണി വരെയാണ് ഡോക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായ തൊഴിലാളി പണിയെടുത്ത് തിരിച്ചു വരുമ്പോ അവന് പനിയാണെങ്കിൽ അവനെ ചികിത്സിക്കാനത് പ്രൈവറ്റ് ഡോക്ടറെ അടുത്തേക്ക് പോകണമായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നപ്പോ സഖാവ് ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോയപ്പോ ഇന്ന് ഒരു തൊഴിലാളി 5 മണിക്ക് പണി മാറ്റി വന്നാൽ അവന്റെ തൊട്ടപ്പുറത്ത് 3 കിലോമീറ്ററുകൾക്കുള്ളിൽ ഒരു ഫാമിലി ഹെൽത്ത് സെന്ററോ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററോ ഉണ്ടാകും. അവിടെ 6 മണി വരെ ഡോക്ടർ ഉണ്ടാകും. അത് കേരളത്തിന്റെ ഉറപ്പാണ്. ഞങ്ങൾക്കിനിയും ആരോഗ്യ രംഗത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് എന്നും വിദേശത്ത് പോകാൻ കഴിയില്ല. അവർക്ക് മാന്യമായ തൊഴിലിടം ഈ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ സംരംഭങ്ങളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. തൊഴിലിടങ്ങളെ ഞങ്ങൾക്ക്, പണിശാലകളെ ഞങ്ങൾക്ക് പണിതെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അർഹമായ നികുതി വിഹിതമാണ് ചോദിക്കുന്നത്. അർഹതപ്പെട്ട നികുതി വിഹിതം ചോദിക്കുമ്പോ ഈ നാട്ടിലെ സംഘപരിവാറിന്റെ, RSSന്റെ, ഈ നാട്ടിലെ BJPയുടെ ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഞങ്ങളോട് യാചിക്കാൻ നാമമില്ലേ എന്നാണ് ചോദിക്കുന്നത്. എടോ പ്രിയപ്പെട്ട ഈ നാട്ടിലെ BJPയുടെയും RSSന്റെയും പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പണ്ടത്തെ കാലത്ത് തമ്പുരാന്റെ മുമ്പിൽ വന്ന് ഓച്ചാലിച്ചു നിന്ന് കരകം പെട്ടുനിന്ന് യാചിച്ചുകൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിരുന്നത് പോലെ നിങ്ങളുടെ ഒന്നും ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. കൃത്യമായ നികുതി വിഹിതം അനാപ്പ പൈസ വ്യത്യാസമില്ലാതെ ഞങ്ങൾ നൽകുന്നതിനുള്ള കൃത്യമായ വിഹിതം കേരളത്തിന്. ഞാനും വേറൊന്ന് പറയട്ടെ, നമ്മൾ അക്ഷരം നന്നാവാതെ നമ്മൾ മറ്റൊരു ആളെ പറയുന്നത് ശരിയാണോ?
അപ്പോൾ ഇതിലെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയ്യക്ഷരം നന്നാവാതെ നമ്മൾ പേനേനെ കുറ്റം വേണ്ടി എന്തെങ്കിലും വല്ല പ്രയോജനമുണ്ടോ? ആ പേന എങ്ങനെ എഴുതാൻ പിടിക്കണം എന്നും കൂടി നമുക്ക് അറിയണം ആദ്യം. അല്ലാതെ നമ്മൾ പിന്നെ പേനേനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് ശരിയല്ല, വര വീഴുകയാണ്, ഒന്ന് കുടഞ്ഞാൽ മതി, അപ്പം ശരിയാവും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം ഡീസൽ അടിക്കട്ടെ, എന്നിട്ടാവാം ബാക്കി പരിപാടികൾ. കുറേ പറയാണ്ടെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ നമ്മുടെ പോലീസിനെ ആരാണാവോ ഒന്നിപ്പോ CPM ആൾക്കാർ വന്നിട്ട് പൊരിഞ്ഞടി. സുഹൃത്തുക്കളെ, ഞാനേ ഇന്നത്തെ വാർത്തയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിനെ CPM-കാർ, CPM ഉണ്ട്, CPIM ഉണ്ട്, അങ്ങനെ എന്തൊക്കെ പാർട്ടിയിട്ട് എനിക്കറിയില്ലല്ലോ. നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കാര്യമായിട്ട് ബന്ധമല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ആ പാർട്ടിക്കാർ പിന്നെ നമ്മൾ ഇത് സ്റ്റേഷനിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയിരുന്നേ, പിടിച്ചിറക്കി കൊണ്ടുപോയിരുന്നത്. അപ്പം എന്ത് വിലയാണ് നിയമത്തിന്? എനിക്ക് അപ്പോൾ ഏത് സിനിമ ഓർമ്മ വരുന്നറിയോ? സിംഗം 3. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ പെൻഷൻ 1500 രൂപയാക്കും. അതെ അത് ശരിയാണത്. പിന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക, സിംഗം 2-ലല്ല 3-ല് മറ്റേ ഒരു വില്ലനെ സൂര്യ അതിൽ അടച്ചു വെച്ചിട്ട് വില്ലന്മാർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീനുണ്ടായില്ലേ, കാണാൻ നല്ല രസമാണ്. അപ്പോൾ എന്ത് വിലയാണ് നമ്മുടെ നിയമത്തിനുള്ളത്? നിയമത്തിന് ഒരാൾക്ക് ശരിക്കും കേരളം ഭരിക്കണ ആരാണാവോ? എനിക്കറിയില്ല. പിന്നെ പിശാചാണോ അതോ ദൈവം തമ്പുരാനാണോ? ആരാണാവോ ഭരിക്കണേ? സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലിട്ടൊരു തടവ് പുള്ളിയെ ബലമായിട്ട് ഒരു പാർട്ടിക്കാർ ഇറക്കി കൊണ്ടുപോകേണ്ടത് കേട്ടു. ഞാൻ 2 ദിവസം മുന്നേ കേട്ടോ. അപ്പോൾ എത്ര മോശമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ സാധാരണക്കാരന് രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അത് അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഒരിക്കലും അവർ പോകാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അത്രയും ധൈര്യം അത് മുകളിൽ നിന്നുള്ളൊരു ഓർഡർ ആയിരിക്കും അത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുലാപ്പറ്റ. അപ്പോൾ ഇവിടേക്ക് ഹിന്ദിക്കാരെ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വെറുതെ ഒന്ന് കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. നമുക്ക് പിന്നെ ഈ ഇട്ടവട്ടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓട്ടം. പിന്നെ നമ്മളായിട്ട് എന്തിനെങ്കിലും പോകണം. ഇവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ. പിന്നെ നമ്മൾ ഈ വെള്ളവരുടെ അപ്പുറത്ത് നിങ്ങൾ ഇടത് വസ്തിക്കോ വലത് വസ്തിക്കോ സൈഡാക്കി നിർത്തുമ്പോൾ ഒരിക്കലും നിർത്തരുത്. കാരണം എന്താ അറിയോ, അത് മറ്റേ വണ്ടിക്കാരൻ്റെ സൈഡും അവകാശം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മൾ റോഡിൻ്റെ മര്യാദകൾ പാലിക്കുക. അപ്പോൾ ഇന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോലീസിൻ്റെ ചെക്കിങ് ഇടയിൽ ഒരു സ്ത്രീ KSEB-ത്തെ ഒരു സ്ത്രീ തൽക്ഷണം മരിച്ചു എന്നാണ്. നമ്മളതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ പോലീസുകാരെയും ഇത് ഈ ട്രാഫിക്കത്തെ ആൾക്കാരെയും കൂടി പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് ശ്രദ്ധക്കുറവുണ്ട്. ഈ പറഞ്ഞ നമുക്ക് ആ ശ്രദ്ധക്കുറവ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് ചെയ്തു എന്ന് വരില്ല. നമ്മൾ റൂട്ട് എങ്ങനെയാണ്, ഏത് റൂട്ടിന് പോകണം, ഏത് റോഡിന് പോകണം, ഏത് വരേക്കടെ പോകണം എന്നൊക്കെ നമുക്ക്
ഞാൻ പറയുന്നത് 95% നമ്മുടെ മലയാളികൾ മലയാളം വായിക്കാൻ അറിയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്നേഹമില്ല. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പിന്നെ തട്ടുമുട്ടോ വരതലോ പിടിക്കലോ സൈഡിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും ഒരു വേഗം കൂടിയതിൻ്റെ പ്രശ്നമൊക്കെ ആയിക്കഴിഞ്ഞ് ചെറിയൊരു ചോദ്യം, അതായത് ചിലപ്പോൾ തമാശക്കായിരിക്കും ചിലപ്പോൾ കാര്യത്തിലായിരിക്കും, അത് ഭയങ്കര വൈരാഗ്യദേശിയായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മളാണ് തെറ്റുകാരൻ എന്നുള്ള കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അത് ശരിക്കും എന്താ പറയുക, അത് വിഡ്ഢിത്തരാണ്, ശരിക്കും ഒരു പൊട്ടത്തരാണ്. മലയാളികളുടെ വിവരമില്ലായ്മ അത് അങ്ങനെയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ എന്താ പറയുക, എനിക്ക് നിയമത്തെ പേടിയാണ് എന്നുള്ള കാര്യം തുറന്നു പറയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നത്തിനായിട്ട് നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ പിന്നെ അവർ നമ്മൾ വിളിക്കുമ്പോൾ അവർ തിരക്കിലാവും. അപ്പോൾ പിന്നെ പൈസ ഉണ്ടെങ്കിലും പിന്നെ അതിന് പ്രാധാന്യം ഇല്ല എന്നാണ് എനിക്ക് വലിയൊരു കാഴ്ചപ്പാട്. പണത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ പണത്തിൻ്റെന്ന് മാത്രമല്ല നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും ഉണ്ടാവും. ലൈസൻസ് ആ കുട്ടിക്ക് എത്ര വയസ്സായെന്നും കൂടി അറിയില്ല കേട്ടോ. പക്ഷേ അതൊക്കെയാണ് അച്ഛനും അമ്മയും ചെയ്യുന്ന പരിപാടി. മക്കൾക്ക് വണ്ടിയാണ് കൊടുത്തു വിടും, അതും ഹെൽമെറ്റും കൂടിയും വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഓരോ പിന്നെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. അത് ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടോടത്ത് നോക്കേണ്ടോടത്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ കുറ്റക്കാരാവും. പിന്നെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, ഇന്നലെ മറ്റേ മോലിയർ പറഞ്ഞ പോലെ പിന്നെ 25 വർഷമായിട്ട് മരിച്ചൊരു ആള്, അവരുടെ ഭാര്യ മണാലി പോയി കുടുംബക്കാരൊപ്പം പോയത്, അതായത് വേറെ ആൾക്കാരൊപ്പം അല്ല പോയത്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം മറ്റുള്ളവൻ്റെ ബാണ്ടക്കെട്ട് നമ്മൾ ഇരിക്കുക എന്തായാലും നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ അതൊന്നും കണ്ട് കാര്യമില്ല. നമ്മളൊന്നും ഓരോ ദിവസം ഓരോ മോശം രീതിയിൽ, അപ്പം നമ്മളും ആ മോശം രീതികൾ തന്നെയാവും ചിന്തിക്കുക. കാരണം എല്ലാതും നെഗറ്റീവായ പിന്നെ ഒക്കെ നെഗറ്റീവ് തന്നെയാവും. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിക്ക് ആദ്യം ഇങ്ങനെയാണ് പോകേണ്ടത്. ഞാനെന്താ അറിയോ, പിന്നെ ഇവിടുത്തെ പുഴ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ്. കണ്ട തന്നെ എപ്പോഴും കാണുക പറയുമ്പോൾ നമുക്കും ഒരു ഇതാവില്ലേ. റോഡിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ല. ആരും ഇപ്പോൾ ഈ റോഡ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കൂടി അധികം കിടക്കാന്നല്ലാതെ ഒന്നും ശരിയാക്കി തരില്ല. പിന്നെന്താ അറിയോ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാലേ അവർക്ക്, ഞാൻ അന്ന് പറഞ്ഞാണ്, അവർക്കൊരു ടീമുണ്ട്, അവർക്കൊരു ഫോഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും സാധാരണക്കാരനായ ആൾ ശ്രദ്ധിക്കണം. കാരണം ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത ഒരു പിന്നെ KSRTC ഡ്രൈവറെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എംപ്ലോയ്മെൻറ്റ്സിൽ എഴുതി BSc എഴുതി കഷ്ടപ്പെട്ടുണ്ടായ ആൾക്കാരാണ്. പ്രൈവറ്റ് അങ്ങനെയല്ല. പ്രൈവറ്റ് ഒരു മുതലാളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇതിലൊരു മുതലാളിക്ക് പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെ ഡ്രൈവറായി നിയമിക്കും. പിന്നെ അതിൽ ഒതുങ്ങി കൂടി നിൽക്കണം എന്ന് മാത്രം. അപ്പോൾ അവിടുത്തെ RTO ഉദ്യോഗസ്ഥന് അയാളെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ. ഞാൻ അന്ന് വന്നപ്പോൾ നെല്ലിൻ്റെ അവിടെ നെല്ല് കൊയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കൊയ്തു. അവിടെ നെല്ലൊക്കെ വേർതിരിച്ചിട്ട് ചാക്കിലാക്കിയിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹിന്ദിക്കാരാട്ടോ. നമ്മുടെ മലയാളിയുടെ ഇതൊക്കെ പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നെല്ല് പിന്നെ നെല്ല് കൊയ്യണ മെഷീനുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കണ്ടിട്ടുണ്ട്, കാണാത്തവർക്കല്ലോ. ഉള്ള കാര്യങ്ങൾ അപ്പം പറയാം. അതായത്
ഇപ്പോൾ ഒരു ഓട്ടം പോയത് ഒരു ഈ വളകൊറ്റൊന്നും നിങ്ങളിങ്ങനെ കയറി പോരുന്നുണ്ട് സുഹൃത്തുക്കളെ. കാരണം അവിടുന്ന് വണ്ടി എത്ര സ്പീഡിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവനും പോവും, പോണവനെയും വരുന്നവൻ്റെയും പോവും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു റിപ്പോർട്ട് ഞാൻ കാണുന്നുണ്ടായി, നമ്മൾ കാണുന്നുണ്ടായി, ചായയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. ജീവിതത്തിലെ ആദ്യത്തെ കാര്യങ്ങൾ രാവിലെ, അല്ലെങ്കിൽ നമ്മൾ ബന്ധത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മളൊരു കച്ചവടത്തിലാകുമ്പോഴും നമ്മളൊരു ചായയിലാണ് ആദ്യം തുടങ്ങുക. ഈ ചായ അതിൽ കളർ പൊടി ഇട്ടിട്ടത്രേ ഇപ്പോൾ കൂടുതലും വിപണിയിൽ വരുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന ചായപ്പൊടി മാരകമായിട്ടൊരു സംഭവം തന്നെ, അതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് പഞ്ചാര. ഈ പഞ്ചാര വർത്താനം പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ മധുരട്ട ചായ, പഞ്ചാരട്ട ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണത്. ഇതന്നെയാണ് നമ്മുടെ അസുഖങ്ങൾ മാറാതെ നമ്മളിങ്ങനെ നടക്കുന്നത്. ക്യാൻസറിന് മാരകമായിട്ടുള്ള മരുന്നാത്ര ഇതിൽ ചേർക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു രോഗത്തിന് വേണ്ടിയിട്ട്, ഒരു രോഗം ശാന്തി കിട്ടാൻ വേണ്ടി ഒരു രോഗി ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ ആദ്യം കൊടുക്കുന്നത് നല്ല മരുന്നാവും. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെ കളികളുണ്ട്, കളികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് വരുമ്പം കച്ചറയാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ആരോഗ്യപരമായിട്ട് നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം ഇപ്പോൾ വായു മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വായുവും കൂടി മലിനമായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നല്ലത് ഈ ഭൂമിയിൽ? നമ്മുടെ കേരളത്തിൽ, ഭൂമിയിലത്തെ കാര്യം പോട്ടെ, കേരളത്തിൽ എന്ത് നല്ലതാണുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഇനിയൊന്നും പറയുന്നില്ല, പറഞ്ഞ അകഞ്ഞ് ആക്കം പോലെ പറയാം.